ഫെറാറയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1171 മാർച്ച് 28 ഈസ്റ്റർ ദിനത്തിൽ ഫെറാറയിലെ വാടയിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ബസലിക്കയിൽ ഫാദർ പെത്രോഡ വെറോന വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാന കരങ്ങളിലെടുത്ത് വിഭജിച്ചപ്പോൾ രക്തം തെറിച്ചു വീഴുന്നത് അദ്ദേഹം കണ്ടു. അൾത്താരയുടെ മുകൾ ഭാഗവും അൾത്താര വിരികളും രക്തത്താൽ നനഞ്ഞിരുന്നു. രക്തത്തുള്ളികൾ തെറിച്ചു വീഴുന്നത് അവിടെ കൂടിയിരുന്നവരെല്ലാം കണ്ടു. അവർ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചു. ഈ അത്ഭുതത്തെക്കുറിച്ച് ഫെറാറയിലെ ബിഷപ്പ് അമോദോയും റവന്നായിലെ ആർച്ച് ബിഷപ്പ് ജെറാർഡും പഠിച്ചു. അവർ ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി സ്ഥിരീകരിച്ചു. 1404 മാർച്ച് 6 കാർഡിനൽ മിലിയോ ഈ ബസലിക്ക സന്ദർശിച്ച് വണങ്ങുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചു. യവുജിൻ 4 പാപ്പ മാർച്ച് 30 പുറപ്പെടുവിച്ച ബൂളയിൽ അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 1857 9 പിയൂസ് പാപ്പ ബസലിക്ക സന്ദർശിക്കുകയും ഈ രക്തത്തുള്ളികൾക്ക് മറ്റു അത്ഭുതങ്ങളിൽ വെളിവായ തിരുരക്തവുമായി സാദൃശ്യമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. 1595 അമൂല്യമായ തിരുരക്തത്തുള്ളികളാൽ ചുവന്ന അൾത്താരയുടെ മേൽത്തട്ട് അത്ഭുതം നടന്ന സ്ഥലത്തുനിന്ന് മാറ്റി ബസലിക്കയുടെ വലതുവശത്തുള്ള ദേവാലയത്തിൽ സ്ഥാപിച്ചു. 2 വശങ്ങളിൽ നിന്നുമുള്ള ഗോവണികൾ കയറി വളരെ അടുത്തു നിന്നും ഇന്നും അൾത്താരയുടെ മേൽത്തട്ട് വിശ്വാസികൾക്ക് കാണാനും വണങ്ങാനും സാധിക്കും.